ഹോർമസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കാം. കടലിടുക്കിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാരുടെ ജാഗ്രത കടുപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷിപ്പിംഗ് ഇന്ന് വ്യക്തമാക്കിയേക്കും. ഹോർമുസിൽ ഇന്ത്യക്ക് പാതയൊരുക്കണമെന്ന് ശക്തമായ മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം ഇറാന് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കാനും സാധ്യതയുണ്ട്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, എങ്ങനെയായിരിക്കും ഇന്ത്യ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുക? ഗുഡ് മോർണിംഗ് അമൽ പ്രവിത. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായായിരുന്നു ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ നയതന്ത്ര ബന്ധത്തിൽ പോലും ഉലച്ചിലുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഹോർമൂസ് കടലിടുക്കിലെ നിരീക്ഷണം ശക്തമാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കൂടി ഇന്ത്യ കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്ര സുഗമമാക്കുന്നതിന് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി സേവിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് കൂടി കടക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. പക്ഷേ ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതെന്തായാലും ഇന്ന് DG ഷിപ്പിംഗ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. ഈ ആക്രമണം എങ്ങനെ ഉണ്ടായി, അതിന്റെ മറ്റ് നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇന്ന് DG ഷിപ്പിംഗ് വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് സുഗമമായ പാത ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരുക്കണമെന്നൊരു അഭ്യർത്ഥനയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇറാനോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങൾ അത് നാവികസേനയുമായി കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യത്തിലെ തുടർ നടപടികൾ സ്വീകരിച്ചു വരിക. നേരത്തെ നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഹോർമുസ് ഇറാൻ അടച്ചിട്ടപ്പോൾ കൂടി അതിലെ കപ്പലുകൾക്ക് കടന്നു പോകുന്നതിന് തടസ്സമില്ലായിരുന്നു എന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത്. നിലവിൽ ഇപ്പോൾ ഹോർമുസ് വീണ്ടും അടച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകളുടെ അതുവഴിയുള്ള ഒരു സഞ്ചാരം ഏതു വിധത്തിലായിരിക്കും? അമല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധസമയത്ത് പോലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലെടുക്ക് വഴി രാജ്യത്തേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, നിരവധി LPG ടാങ്കറുകൾ അങ്ങനെ മടങ്ങി എത്തിയവയാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ നാവികസേനയുടെ അകമ്പടി സേവിച്ച് കപ്പലുകളെ കൊണ്ടുവരാൻ സുരക്ഷിതമായി പാതയൊരുക്കുവാൻ ഉള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തിയതാണ്. പക്ഷേ ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കിയതായി ഇറാൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ഡൽഹിയിലെ ഇന്ത്യയിലെ പ്രതിനിധി പറഞ്ഞിരുന്നത് ടോള് പോലും ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ഈടാക്കിയിട്ടില്ല. അത്തരം വാർത്തകൾ വരെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്ത ബന്ധമാണ് ഇന്ത്യയുമായി പുലർത്തുന്നു എന്നുള്ള കാര്യം ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നയതന്ത്ര ബന്ധത്തിലടക്കം ചില പ്രശ്നങ്ങൾ, വിള്ളലുകൾ വീഴ്ത്താൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്തായാലും നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ് ഇറാനെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലുകൾക്ക് പാതയൊരുക്കുക എന്നൊരു ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ നാവികസേനയുമായി കൂടിയാലോചിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ, അതായത് ഈ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റനുബന്ധ കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യ തന്നെ പരിശോധിച്ചു വരികയാണ്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.